മക്കളെ, നമുക്ക് 2023 ആറമ്മന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കാണാം. ഗിവൻ എ ട്രയാങ്കിൾ എ ബി സി വിത്ത് ആംഗിൾ എ സി ബി ഈക്വൽ ടു 120 ഡിഗ്രി. അപ്പോൾ എ സി ബി എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയാണ്. പിന്നെന്താ, എൽ ഈസ് മാർക്ക്ഡ് ഓൺ എ ബി സച്ച് ദാറ്റ് സി എൽ ഈസ് ബൈസെക്ടർ ഓഫ് ആംഗിൾ എ സി ബി. അപ്പോൾ സി എൽ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബൈസെക്ടർ ആണ്, എന്ന് വെച്ചാൽ 60 ഡിഗ്രി വെച്ചിട്ടാണ്. എന്താ, ദ പോയിന്റ് എൻ ആൻഡ് കെ ആർ മാർക്ക്ഡ് ഓൺ ദ സൈഡ് എ സി ആൻഡ് ബി സി. അപ്പോൾ എ സിയിൽ ഉള്ളതാണ് എൻ, ബി സിയിലുള്ളതാണ് കെ. എന്താണ് റെസ്പെക്റ്റീവ്ലി, സോ ദാറ്റ് സി എൻ പ്ലസ് സി കെ ഇസ് ഈക്വൽ ടു സി എൻ. തന്നിരിക്കുന്ന കണ്ടീഷൻ അതാണ്, സി എൻ പ്ലസ് സി കെ ഈക്വൽ ടു സി എൽ എന്ന് കിട്ടി. ഇനി പ്രൂവ് ചെയ്യേണ്ടത് കെ എൽ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ രണ്ട് രീതിയിൽ കാണാം. ഒന്ന് പിറ്റോട്ട്സ് തിയറി ഉപയോഗിച്ചു, രണ്ട് കോസൈൻ റൂൾ ഉപയോഗിച്ചു. നമുക്ക് ആദ്യം കോസൈൻ റൂൾ ഉപയോഗിച്ച് ഇതെങ്ങനെ കാണാൻ പറ്റുന്നതാണ്. നമ്മൾ 3 സൈഡ് ലെങ്സും ഈക്വൽ ആണെന്ന് കാണുമ്പോൾ അത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ സി എന്നിന് എക്സ് എന്നും സി കെക്ക് വൈ എന്നും സി എൽ എന്ന് പറഞ്ഞാൽ സി എൻ പ്ലസ് സി കെ എന്ന ക്വസ്റ്റ്യനിലുണ്ട്, അതിന് എക്സ് പ്ലസ് വൈ എന്നും കൊടുക്കാം. ഇനി നമുക്ക് ഓരോന്നായി കാണാം. ഫസ്റ്റത്തെ ട്രയാങ്കിൾ നോക്കട്ടെ. ഇങ്ങനെ കിട്ടി. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് എൻ എൽ ആണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ട്രയാങ്കിൾ ഇതാണ്. എൻ എൽ സി എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്. ഇത് എക്സ് ആണ്, ഇത് എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ കൊസൈൻ റൂൾ അനുസരിച്ച് എൻ എൽ സ്ക്വയർ എന്നത് എന്താ മക്കളെ? കൊസൈൻ റൂൾ അനുസരിച്ച് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഇക്വേഷൻ തന്നെ അങ്ങോട്ട് എഴുതാം. അതെന്താ, സി എൻ സ്ക്വയർ പ്ലസ് സി എൽ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു സി എൻ ഇൻറ്റു സി എൽ ഇൻറ്റു കോസ് 60 ഡിഗ്രി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു ഹാഫ് എന്ന് തോന്നും. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ. ഇതെന്താണിത്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് എൻ എൽ സ്ക്വയർ. ഇനി നമുക്ക് കെ എൽ സ്ക്വയർ കാണാം. കോസൈൻ റൂൾ തന്നെ. അപ്പോൾ നമ്മൾ കാണുന്ന ട്രയാങ്കിൾ ഇതുപോലെയാണ്. അത് സി എൽ കെ ആണ്. ഈ ആംഗിളും 60 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ ഈ സൈഡ് വൈയും ഇത് എക്സ് പ്ലസ് വൈയും ആണ്. അപ്പോൾ കെ എൽ സ്ക്വയർ എന്നത് കൊസൈൻ റൂൾ അനുസരിച്ച് വൈ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു കോസ് 60 ഡിഗ്രിയാണ്. കോസ് 60 ഡിഗ്രി ഹാഫാണ്. അപ്പോൾ നമുക്ക് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഹാഫ് 2 ഇൻറ്റു ഹാഫ്.
അപ്പോൾ ഇത് കട്ടായി പോകുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ എന്ന് തന്നെ കിട്ടി. അപ്പോൾ കെ എൽ സ്ക്വയർ എന്താണ്? എൻ എൽ സ്ക്വയറിന് ഈക്വലാണ്. ഇനി നമുക്ക് എന്ത് കാണാം? ഇനി നമുക്ക് എൻ കെ സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ കിടക്കുന്ന ട്രയാങ്കിൾ ഇതുപോലെയാണ്. അത് എൻ കെ സി ആണ്. ഇത് 120 ഡിഗ്രി ആണ്. ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. അപ്പോൾ എൻ കെ സ്ക്വയർ കൊസൈൻ റൂൾ അനുസരിച്ച് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy ഇൻറ്റു കോസ് 120 ഡിഗ്രി ആണ്. യെസ്. അപ്പോൾ അത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy ഇൻറ്റു മൈനസ് ഹാഫ് ആണ്. അപ്പോൾ 2 കട്ടായി പോകുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ എന്ന് കിട്ടും. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന 3 സ്ക്വയേഴ്സ് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് അപ്പോൾ 3 സൈഡ്സ് ഈക്വൽ ആണ് എന്ന് കിട്ടി. അങ്ങനെ കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണാൻ കഴിയും? 3 ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഈ 3 ഈക്വലാണ്. അപ്പോൾ എൻ എൽ ഈക്വൽ ടു കെ എൽ ഈക്വൽ ടു എൻ കെ എന്ന് കിട്ടി. അപ്പോൾ സോ എന്താണ്? ട്രയാങ്കിൾ കെ എൽ എൻ ഈസ് ഈക്വലാറ്ററൽ. 3 സൈഡ്സ് ഈക്വൽ ആണല്ലോ. ഇത് സൊല്യൂഷൻ 1 ആണ്. ഇനി നമുക്ക് സെക്കൻഡ് സൊല്യൂഷനിലേക്ക് കടക്കാം. അപ്പോൾ അവർ ഇത് തന്നെയാണ് ഫിഗർ. നമുക്ക് എല്ല് കാണുന്നില്ല, അതിന് തന്നെ നമുക്ക് എം വെച്ച് തുടങ്ങാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു കൺസ്ട്രക്റ്റിന് ഈക്വലായിട്ട് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് എന്താണ്? സി എൻ പ്ലസ് സി കെ ഈക്വൽ ടു സി എൽ എന്നാണ് തന്നിരിക്കുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ചെയ്തിരിക്കുന്നത് എന്താണ്? നമ്മളൊരു ഈക്വലായിട്ട് ട്രയാങ്കിൾ വരച്ചു കെ എൻ ബേസ് ആയിട്ട്. ടേക്കിംഗ് കെ എൻ എസ് ബേസ്, draw equilateral triangle KMN such that സി ആൻഡ് അപ്പോൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് എം വരുന്നത്. സി ആൻഡ് എം ആർ ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് കെ. അപ്പോൾ ഈക്വലാറ്റർ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡ്സ് ഈക്വലാണ്. അപ്പോൾ നമുക്ക് കെ എൻ ഈക്വൽ ടു എം എൻ ഈക്വൽ ടു കെ എം ഈക്വൽ ടു എല്ലാം ഈക്വലാണ്. ഒരു ഡി ആണെന്ന് കൊടുത്തു. അപ്പോൾ ഈ ആംഗിൾ
എത്രയടാ? ഈ ആംഗിൾ 120 ഡിഗ്രിയാണ്, ക്വസ്റ്റ്യനിലുണ്ട്. പിന്നെ ഈ ആംഗിളോ? ഈ ആംഗിൾ ഈക്വലേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിയിൽ കിടക്കാണ്. പിന്നെ ആംഗിൾ സി എം എന്ന് പറഞ്ഞാൽ ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ എം എൻ ഈക്വൽ ആവും. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? ആംഗിൾ കെ സി എൻ പ്ലസ് ആംഗിൾ കെ എം എൻ സീക്വൽ ടു 120 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി സീക്വൽ 180 ഡിഗ്രി. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയതിനാൽ, കൂട്ടിയാൽ 180 ഡിഗ്രി ആയതിനാൽ സി കെ എം എൻ ഈ സൈക്ലിക്. അപ്പോൾ ഇത് സൈക്ലിക് ആണ് മക്കളെ. അപ്പോൾ സൈക്ലിക് ആവുമ്പോൾ എന്താണ്? ആ സെയിം ആർക്കുള്ള ആംഗിൾസ് സെയിം ആയി വരണം. സി കെ എം എൻ. ഓക്കെ. അപ്പോൾ ഈ കെ എം എൻ എന്നത് ഒരു എന്താണ്? ഒരു കെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ സെയിം മാർക്കിലുള്ള ആംഗിൾസ് സെയിം ആയി വരണം. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി ആയതുകൊണ്ട് ഇതും 60 ഡിഗ്രി ആവണം. ഈ ആംഗിള് 60 ഡിഗ്രി ആയതുകൊണ്ട് ഇതും 60 ഡിഗ്രി ആവണം. സെയിം മാർക്കിലുള്ള ആംഗിൾസ് സെയിം ആയി വരും. അപ്പോൾ ആ 60 ഡിഗ്രി എന്ന് ഒന്നുകൂടാ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സി എം ഈസ് ദ ആംഗിൾ ബൈസെക്ടർ. അപ്പോൾ സിയുടെ ആംഗിൾ ബൈസെക്ടർ ആണ് സി എം. അപ്പോൾ സി എൽ എന്ന് വെച്ചാൽ ആംഗിൾ ബൈസെക്ടർ ആണ്. അപ്പോൾ സി എല്ലും സി എമ്മും ഒരു റെയിലിൽ കിടക്കാണ് അല്ലേ? ആംഗിൾ ബൈസെക്ടർ തന്നെയാണ് എല്ലും കിടക്കുന്നത്. എല്ലും എമ്മും സെയിം ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൽ ഐസോൺ റേ സി എം എന്ന് കിട്ടി. എൽ ഐസോൺ റേ സി എം. അപ്പോൾ എന്ത് കിട്ടി? ഇത്രയും. ഇപ്പം നമുക്ക് സൈക്ലിക് കോർഡിനേറ്റർ ആയതുകൊണ്ട് നമുക്ക് ടോളമീസ് തിയറം അപ്ലൈ ചെയ്യാം. ടോളമീസ് തിയറം. അപ്പോൾ ഇതനുസരിച്ച് എന്താണ്? ടോളമീസ് തിയറം അനുസരിച്ച് ഡയഗണൽസ് മൾട്ടിപ്ലൈ ചെയ്താൽ സി എം ഇൻറ്റു കെ എൻ സീക്വൽ ടു സി കെ ഇൻറ്റു എം എൻ പ്ലസ് സി എൻ ഇൻറ്റു കെ എം. അപ്പോൾ സി എം ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ ഡി ആണെന്ന് കണ്ടു. ഈക്വൽ ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത് ആണ്. സി കെ ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ ഈക്വൽ ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത് ആണ്. കെ എന്ന് പറഞ്ഞാൽ സൈഡ് ലെങ്ത് ആണ്. അപ്പോൾ ഡി കട്ടായി പോകുന്നു ഒന്നുകൂടാ. സി എം ഈക്വൽ ടു സി കെ പ്ലസ് സി എൻ. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സി എൽ. കണ്ടോ? അപ്പോൾ സി എം സി എല്ലും ഒരേ റേയിലാണ്, സെയിം ഡിസ്റ്റൻസിലാണ്. ഇംപ്ലൈസ് എന്താ? എമ്മും എല്ലും ഒരു പോയിന്റ് തന്നെയാണ് എം പെർമിറ്റിവിറ്റി. അപ്പോൾ നമുക്ക് എന്താണ് ഈക്വൽ? ഇത് പ്രൂവ് ചെയ്തു. പ്രൂവ്. അപ്പോൾ ആദ്യം നമ്മൾ
ആംഗിൾ ബൈസെക്ടർ വെച്ച് ഉണ്ടാക്കുന്നത് എന്താണ്? ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ് സൈഡ് ലെങ്ത് വഴി പ്രൂവ് ചെയ്തു. രണ്ടാമതാണെങ്കിൽ നമ്മൾ ഈക്വലാറ്റർ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്താൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പ്രൂവ് ചെയ്തു.